കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിന് ശേഷവും അതേ തുടർന്ന് പീച്ചി പോലീസ് സ്റ്റേഷനിലെ സംഭവത്തെ തുടർന്നും ഇപ്പോൾ പോലീസിനെതിരെ വ്യാപകമായി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരാതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കസ്റ്റോഡിയൽ ടോർച്ചർ, അതായത് കസ്റ്റഡിയിലെടുത്തിട്ട് ആളുകളെ ഉപദ്രവിക്കുക, അടിച്ച് പരിക്കേൽപ്പിക്കുക, അങ്ങനെ ആ രീതിയിലുള്ള വളരെ വലിയ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അവരെ അംഗഭംഗം വരുത്തുക തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആലപ്പുഴ DYSP ആയിരിക്കുന്ന മധു ബാബു എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. ഈ മധു ബാബു 2016 മുതൽ തുടങ്ങിയ 2012 മുതൽ തുടങ്ങി നടത്തിയ കസ്റ്റോഡിയൽ ടോർച്ചർ, ടോർച്ചേഴ്സിനെ കുറിച്ചാണ് പുറത്തു വരുന്നത്. അതിൽ പല ആളുകളാണ് ഈ പരാതിയായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഭിഭാഷകൻ്റെ പരാതിയുണ്ട്. പ്രശാന്ത് കുറുപ്പെന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ. അപ്പോൾ ഈ അഭിഭാഷകൻ്റെ പരാതി, അതേപോലെ തന്നെ വിജയനാചാരി എന്ന് പറയുന്ന ഒരു മുൻ ജ്വല്ലറി ഉടമ പത്തനംതിട്ടയിലെ, അതേപോലെ തന്നെ മറ്റൊരാൾ പത്തനംതിട്ട ജില്ലാ SFIയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജയകൃഷ്ണൻ, ഇവരുടെ 3 പേരുടെ പരാതികൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മധുബാബുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് തോന്നുന്നു ഒരു ENT സ്പെഷ്യലിസ്റ്റാണെന്ന് തോന്നുന്നു. ഞാൻ ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ കാരണം ആളുകളുടെ ചെവി അടിച്ചു പൊട്ടിക്കുക എന്ന് വെച്ചാൽ ചെവിക്ക് അടിച്ചിട്ട് കർണപുടം തകർക്കുക, അതിലെ സ്പെഷ്യലിസ്റ്റാണ് അയാൾ. അപ്പോൾ അയാൾ അത്രയും വളരെ ക്രൂരതയാണ് അയാൾ ആളുകളോട് കാണിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രശാന്ത് കുറുപ്പിനെ ആണെന്നുണ്ടെങ്കിൽ 2012 പ്രശാന്ത് കുറുപ്പിനെ ഇയാൾ ഒരു ഡൈവോഴ്സ് കേസിൽ, അയാളുടെ ഡൈവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അയാളെ കൊണ്ടുവന്നിട്ട് ശരിക്കങ്ങ് മർദ്ദിച്ചു. എന്നൊക്കെ അയാൾ ഈ കോന്നി CA ആയിട്ടിരിക്കുന്ന സമയമാണ് ഈ മധുബാബു. എന്നിട്ട് അയാളെ അയാളെ ഉൾപ്പെടുത്തിയേക്കുന്ന 14 കള്ളക്കേസുകളിലാണ് അയാളെ ചേർത്തത്. അതിൽ 13 കള്ളക്കേസുകളും 13 കേസുകളും കള്ളക്കേസുകളാണ് എന്ന് തെളിഞ്ഞു. ഇനി ഒരു കേസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ വരാൻ. ആ പ്രശാന്ത് കുറുപ്പിനെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് അയാളുടെ 2 ചെവിയും അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയർ ഡ്രമ്മും തകർത്തു. അങ്ങനെ അയാൾ ദീർഘകാലം ആശുപത്രി ചികിത്സയിലായിരുന്നു. അയാൾ അതിന് പരാതിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വിജയനാചാരി, അയാൾ ഒരു നല്ല രീതിയിൽ ജ്വല്ലറി നടത്തിക്കൊണ്ടുവരുമായിരുന്നു. ആ ജ്വല്ലറി നടത്തിയപ്പോൾ ഒരു 3 കള്ളന്മാരുമായിട്ടാണ് ഇയാളും പോലീസുകാരും കൂടെ അവിടെ ചെല്ലുന്നത്. ജ്വല്ലറിയിൽ ചെന്നിട്ട് പറഞ്ഞു അയാൾ മോഷണ സ്വർണം വാങ്ങിച്ചെന്ന്. അയാൾ ആണയിട്ട് പറഞ്ഞു അയാൾ വാങ്ങിയിട്ടില്ല എന്ന്, മോഷണ സ്വർണം വാങ്ങിയിട്ടില്ല എന്ന്. പക്ഷേ അയാൾ വിടത്തില്ല. അപ്പോൾ അയാളെ ഇതേപോലെ അപ്പോൾ ആ പോലീസ് ഡ്രൈവർ പറഞ്ഞു, അത് ഒന്നുമില്ല, സ്വർണ്ണവും കൊടുക്കുക കേട്ടോ, ഈ പറയുന്ന സ്വർണം അങ്ങ് കൊടുത്താൽ മതി. അത് സ്വർണ്ണമായിട്ട് വാങ്ങിയിട്ടില്ല, എവിടുന്ന് കൊടുക്കും, അതോ അല്ലെങ്കിൽ പണം അങ്ങ് കൊടുത്താൽ മതി എൻ്റെ എന്ന് പറഞ്ഞു. അതിന് രണ്ടിനും അയാൾ തയ്യാറായില്ല, കാരണം അയാളത് വാങ്ങിയിട്ടുള്ള ആളല്ല. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷം ഇയാളെ വന്ന് അറസ്റ്റ് ചെയ്തു. മധുബാബു വന്ന് അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയിട്ട് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് അടിച്ചങ്ങ് നാശമാക്കി. ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചു ശാരീരികമായിട്ട്. അതായത് ഈ ഇഷ്ടമാതിരി ഉപദ്രവിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ, അതായത് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ കൊണ്ടാണ് ചെന്ന് ഉപദ്രവിക്കുന്നത്. അന്ന് ഇയാൾ ഈ അവിടെ തന്നെ ഈ കോന്നി പോലീസ് സ്റ്റേഷനിലെ CA ആണ്. അപ്പോൾ അയാളെ ചെയ്ത വിജയനാചാര്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ 2 ചെവിയും ഇതുപോലെ അടിച്ചിട്ട് കരണത്തടിച്ച് അയാളുടെ 2 ഇയർ ഡ്രമ്മും തകർത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇയാൾ ENT സ്പെഷ്യലിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. അപ്പോൾ തകർത്തതിന് ശേഷം തകർത്തു. അത് കൂടാതെ ഇയാളുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വലിയൊരു കലാപരിപാടിയാണ്.
ഏതായാലും ആ, അത്രത്തോളം വലിയ ടോർച്ചറാണ് നടത്തിയത്. എന്നിട്ട് അയാളെ പ്രതിയാക്കിയെന്ന് പറഞ്ഞാൽ 18 കേസുകൾ പത്തനംതിട്ടയിലെ 18 കേസുകളിലും, അതുപോലെ തന്നെ കൊല്ലത്ത് 6 കേസുകളിലും ഇയാളെ പ്രതിയാക്കി. അയാൾ 10 വർഷത്തെ നീണ്ട ആ, ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ കേസുകളെല്ലാം, അതായത് ഈ 18 കേസുകളിലും അയാൾ നിരപരാധിയാണെന്ന് വെളിവായി. അയാൾ കുറ്റം ചെയ്തിട്ടില്ല, ഒന്നും തെളിയിച്ചിട്ടൊന്നുമില്ല, കേസങ്ങെടുക്കല്ലേ. ഈ ഇത് പക്ഷേ ഈ 10 വർഷത്തെ നിയമ പോരാട്ടം കൊണ്ട് സംഭവിച്ചതെന്തെന്നറിയോ? അയാളുടെ ജുവലറി പൂട്ടിപ്പോയി, അയാളുടെ ഉപജീവന മാർഗം തകർന്നുപോയി. ഒന്നുമില്ല, അയാളുടെ മക്കളുടെ വിവാഹം മുടങ്ങി. അതാണ് ഇതിൽ ആകെപ്പാടെ അയാൾക്ക് വിജയനാചാരിക്ക് ഉണ്ടായ നേട്ടം. ഇതാണ് മധുബാബു എന്ന് പറയുന്ന പോലീസിലെ വലിയൊരു ക്രിമിനൽ. അത് കഴിഞ്ഞിട്ട് ശേഷം ഇതേപോലെ തന്നെ ഈ SFIയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ, അയാളൊരു CPM പ്രവർത്തകനാണ്. ഇപ്പോൾ അയാളെ ഇതേപോലെ കസ്റ്റഡിയിലെടുത്തതെന്ന് പറയാൻ കാരണം, അയാൾ ഈ ആരുടെയോ കേസിൽ ഒന്ന് അയാൾ നോക്കി പ്രതികരിച്ചതാണ് കാര്യം. അതായത് മറ്റേതോ, അയാളൊരു പൊതുപ്രവർത്തകനാണല്ലോ, അയാൾ മറ്റേതോ ഒരു സഖാവിൻ്റെ കേസിനകത്ത് അതിനെക്കുറിച്ച് പ്രതികരിച്ചതിനാണ് ഇയാളെ പിടിച്ചത്. ഒരു കാര്യമില്ല, ഇയാളെ പേര് അല്ലാതെ വേറെ ഒരു ചാർജും ഇയാൾക്കില്ല. ഇയാളെ എന്നിട്ട് പിടിച്ച് ഇയാളെ കാലിൻ്റെ വെള്ള രണ്ടും അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ഈ കാലിൻ്റെ വെള്ളയിൽ ഇവർ ഈ ചൂരിൽ ഇട്ട് ഇത് നനച്ചിട്ട് അതടിക്കും, സാധാരണ ചെയ്യാറുണ്ട്. ഒരുപാട് കള്ളന്മാരെ ഇങ്ങനെ ചെയ്യും, കള്ളന്മാരെയാണ് സാധാരണ ചെയ്യുന്നത്. ഇയാളോട് എന്തിനിത് കാണിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയില്ല, ജയകൃഷ്ണനും അറിയില്ല എന്തിനാണെന്ന്. ഏതായാലും അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ട് അയാളുടെയും ഈ ചെവി അടിച്ച് അയാളുടെ കർണപുടം തകർത്തു, ഇയർ ട്രെയിൻ പൊട്ടിച്ചു. ഇതാണ്. പിന്നെ കുരുമുളക് സ്പ്രേ അയാളുടെ മുഖത്തും അടിച്ചു. അപ്പോൾ എന്നിട്ട് അന്നത്തെ ഭരണകൂടം 2012 ഇയാളെ, ഈ ജയകൃഷ്ണനെ ഏതായാലും 3 മാസം ജയിലിലടച്ചു കേട്ടോ. ഇതിന് ശേഷം ഇയാൾ പരാതിയെ കൊടുത്തു. ജയകൃഷ്ണൻ ഇപ്പോഴും പരാതികളുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ 2016 അന്നത്തെ, അതായത് ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ മധുബാബുവിനെ കുറിച്ച് അന്വേഷണമൊക്കെ നടത്തി, അയാളുടെ ചെയ്തികളെക്കുറിച്ചും ഈ കേസുകളെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം ഒരു DGPക്ക് ഒരു റിപ്പോർട്ട് കൈമാറി. അതായത് ഇയാൾ പോലീസിന് തന്നെ ഒരു അപമാനമാണ് ഈ മധുബാബു എന്ന്, പോലീസ് സേനയ്ക്കാകെ തന്നെ ഒരു അപമാനമാണ് എന്ന് അയാൾ ഹരിശങ്കർ DGPക്ക് ഈ മധുബാബുവിനെ പറ്റി റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അയാളെ ഒരിക്കലും ലോ ആൻഡ് ഓർഡറിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിനുശേഷവും അയാൾക്കൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഈ മധുബാബുവിന് പ്രൊമോഷൻ കിട്ടി. അതാണ് ആകെ സംഭവിച്ച കാര്യം. അപ്പോൾ ഈ പരാതികളെല്ലാം ഉണ്ട്, ഇതുപോലെ ഒരുപാട് പേരുടെ പരാതിയുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് വളരെ വലിയ സംരക്ഷണം ഇതിൽ കിട്ടുന്നതിൻ്റെ കാരണം, യഥാർത്ഥത്തിൽ ഇയാളൊരു മാർക്സിസ്റ്റ് പാർട്ടി കാരനാണ്. ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. അപ്പോൾ ഇയാൾക്ക് CPM ആണ് അത് പരസ്യമായിട്ട് തന്നെ അയാൾ വെളിവാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ DYSP ആയിട്ടിരിക്കുന്ന ആലപ്പുഴ DYSP ആയിട്ടിരിക്കുന്നു. അയാൾക്ക് പ്രൊമോഷനാണ് കിട്ടിയത്. അയാളെ സംബന്ധിച്ച് ഹരിശങ്കർ കൊടുത്ത റിപ്പോർട്ട്, അതിന് ഹരിശങ്കറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഹരിശങ്കർ നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിനൊന്നും യാതൊരു വിലയില്ല, അതൊക്കെ ചവറ്റുകൊട്ടയിലെടുത്ത് എറിയും. കാരണം ഇതാണ്. എന്നിട്ട് പോലും ഈ ജയകൃഷ്ണനെ ഇത്രയും ഉപദ്രവിച്ചിട്ട് പോലും ഇയാൾക്ക് ഈ പ്രൊട്ടക്ഷനാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നും, ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്നും, അതുപോലെ തന്നെ പോലീസിലെ ഉന്നതന്മാരിൽ നിന്നും കിട്ടുന്ന ഈ മധുബാബുവിന് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പോലീസിലെ ക്രിമിനലുകളെ അവരുടെ മേലധികാരികൾ അവരെ സംരക്ഷിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ വെക്കുന്നത്. അടി എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ജന്മാവകാശമാണ്. ആരെയും അടിക്കാം, ആരുടെയും ചെവി അടിച്ച് പൊട്ടിക്കാം, ആരുടെയും കർണപുടം അടിച്ച് തകർക്കാം,
ഒരു കുഴപ്പമില്ല. എല്ലാവരെയും വികലാംഗരാക്കാം, യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് അയാൾക്ക് സംഭവിച്ചേക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയകൃഷ്ണൻ. പിന്നെ വിജയനാചാര്യയുടെ ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ കുടുംബം തന്നെ തകർത്തു, അയാളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാക്കി. ഇതാണ് ഇതുപോലെ ഒരു അഭിഭാഷകനെ നേരത്തെ പറഞ്ഞ പോലെ അയാളെയും കൊണ്ടിട്ട് മർദ്ദിച്ച് അയാളെ നാശമാക്കി. അപ്പോൾ അയാളുടെ കേസ് യഥാർത്ഥത്തിലെ ഡൈവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയാവുള്ളൂ. അത് എന്തായാലും ശരി, ഇതിന് അധികാരം ആരാണ് ഇയാൾക്ക് കൊടുക്കുന്നത്? ഈ അധികാരം കൊടുക്കുന്നത് സർക്കാർ തന്നെയല്ലേ? എന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഹരിശങ്കർ 2016 ഇയാൾക്കെതിരെ ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തതാണ്. ഇയാളെ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല, ഇയാൾ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും അയാൾക്ക് കിട്ടിയത് പ്രൊമോഷനാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് സർക്കാർ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി മൗനീഭാവമായിട്ട് തുടരുകയാണ്. മൗനമാണ് അദ്ദേഹത്തിന്, കേട്ടോ, മൗനം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടത്തില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യമില്ല, അനങ്ങത്തില്ല. അപ്പോൾ ഈ അനങ്ങാപ്പാറ നയം കാണുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങളെ അധികാരത്തിലേറ്റിയ ജനങ്ങളൊന്ന് ചിന്തിക്കും, ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളെയാണോ, അതോ നിങ്ങളെയും ഈ മധുബാബു കൈകാര്യം ചെയ്ത് ചെവിയും കാണോ അടിച്ച് പൊട്ടിച്ചോ ഇനി? കാരണം ഇത് കേൾക്കണമല്ലോ, അങ്ങനെ ആണോന്നറിയില്ല. ഏതായാലും ശരി, ഇതുപോലുള്ള പ്രവൃത്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നുണ്ടാകുന്നത്. ഒരു പ്രതികരണവും ഇല്ല. ഇത് അദ്ദേഹം മിണ്ടത്തില്ല, ഈ കാര്യത്തിൽ മിണ്ടത്തില്ല, അനങ്ങത്തില്ല. ഇതിങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അദ്ദേഹം കരുതുന്നത് പോലീസിന് ഇതിനുള്ള അവകാശം അധികാരവും ഉണ്ട് എന്നുള്ളതായിരിക്കാം നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി കരുതുന്നത്. ശ്രീ പിണറായി വിജയൻ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളിത് കളഞ്ഞിട്ട് പോകണം. നിങ്ങൾ ഈ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം നിങ്ങൾ ഒഴിയണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികളെടുക്കണം. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കണം. അവരെ സംരക്ഷിക്കുന്ന നയമായിരിക്കരുത് നിങ്ങൾ തുടരേണ്ടത്. ഇത് ബാക്കിയൊന്നും ആരും ഈ വിജയനാചാരി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ല. പ്രശാന്ത് കുറുപ്പ് ഒരു അഭിഭാഷകനാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്നത് SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളാണ്, നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ? അപ്പോൾ ഇത്തരത്തോളം ഉള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരാളെ സംരക്ഷിക്കുക മാത്രം. അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മധുബാബു ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇട്ടു, എനിക്കെതിരെ ഇനിയും പുതിയ ആളുകളെ കൊണ്ടുവരും എന്ന് വെച്ചാൽ ഇയാൾ നിരപരാധിയാണ്, ഇയാളെ വളരെ അധികം കഷ്ടപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ള ധ്വനി വരുന്നു. ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് പിരിഞ്ഞ ഒരാൾ ഇയാളെ ഉപദ്രവിക്കുകയാണ് എന്നാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനുള്ള ധൈര്യമായ കൊണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം.